ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് വിനായക ചതുർത്ഥി, മഹാഗണപതിയുടെ ജന്മദിനം. വിനായകന് പല പേരുകളുണ്ട്. വിനായകൻ എന്നാൽ മറ്റു നായകൻ ആരുമില്ലാത്തവൻ. അതായത് ഗണപതിയുടെ മുകളിൽ മറ്റ് നായകന്മാരാരുമില്ല. അതായത് സകലതിൻ്റെയും നായകനാണ് ഗണപതി എന്നർത്ഥം. അതാണ് വിനായകൻ. ഗണപതി എന്ന് പറഞ്ഞാൽ സമസ്ത ജീവഗണങ്ങളുടെയും പതി, സമസ്ത ജീവഗണങ്ങളുടെയും അധിപതി, സർവഭൂതഗണങ്ങളുടെയും അധിപതി, ഗണങ്ങളുടെ പതി. ഗണേശൻ ഗണങ്ങളുടെ അതാ സമസ്ത ഭൂതഗണങ്ങളുടെയും ഈശ്വരൻ, ഈശൻ. ഗണനായകൻ അതുപോലെ തന്നെ സമസ്ത ജീവഗണങ്ങളുടെയും നായകൻ, നേതാവ്. അതുകൊണ്ട് ഗണനായകൻ എന്ന് പറയും. വിഘ്നേശ്വരൻ, സർവവിഘ്നങ്ങളും ഇല്ലാതെയാക്കുന്നവനാണ് ഗണപതി. അതുകൊണ്ട് ഗണപതിയെ വിഘ്നേശ്വരൻ എന്നും വിളിക്കുന്നു. ഗണപതി പ്രഥമ പൂജ്യനായിട്ടാണ് കരുതപ്പെടുത്തുന്നത്. അതായത് എല്ലാത്തിൻ്റെയും ആദ്യ പൂജ ഏറ്റുവാങ്ങുന്നത് ഗണപതിയാണ്. ഏത് സത്കർമ്മങ്ങളുടെ സമാരംഭവും വിനായക സ്മൃതിയോടെയാണ് നമ്മൾ നടത്തുന്നത്. ഏത് സൽക്കർമ്മങ്ങളായിക്കോട്ടെ ആദ്യം പൂജിക്കുന്നത് ഗണപതിയെയാണ്. അങ്ങനെ വിവിധ ഭാവങ്ങളിൽ ഗണപതിയെ നമ്മൾ കാണുന്നു. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ ചതുർത്ഥി ദിവസമാണ് ഗണപതിയുടെ ജന്മദിനം. അതാണ് ഗണേശ ചതുർത്ഥി അഥവാ വിനായക ചതുർത്ഥി എന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് നാടെല്ലാം വളരെ ആഘോഷപൂർവം ആചരിക്കുന്ന ദിനമാണ് ഗണേശ ചതുർത്ഥി. ഉത്തരേന്ത്യയിലെല്ലാം ഗണപതി വിഗ്രഹ നിമജ്ജനം പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്നു. ഗണപതി പൂജയ്ക്ക് ശേഷം ഗണപതി വിഗ്രഹത്തെ നിമജ്ജനം ചെയ്യുന്ന വലിയ ചടങ്ങ്. ഇപ്പോൾ അത് കേരളത്തിലും നമ്മൾ അത് പല മേഖലകളിലും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഗണപതി പൂജയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസവും സമയവുമാണ് ഈ ഗണേശ ചതുർത്ഥി എന്ന് പറയുന്നത്. ഈ ഗണപതിയുടെ നിറം മഞ്ഞ നിറമാണ് എന്ന് പറയുന്നു. അതുപോലെ കുറിയ ദേഹം, വലിയ വയറ്, ആനത്തല, ഒറ്റക്കൊമ്പ്, 4 കൈകൾ, ഇങ്ങനെയൊക്കെയാണ് ഗണപതിയുടെ രൂപം. ഇവയ്ക്കെല്ലാം വൈദികമായ പല പൊരുളുകളുമുണ്ട്. 4 കൈകൾ സൂചിപ്പിക്കുന്നത് സത്യം, ധർമ്മം, ശാന്തി, പ്രേമം തുടങ്ങിയ 4 ഗുണങ്ങളെയാണ്. ആനത്തല എന്ന് പറഞ്ഞാൽ വലിയ മസ്തകം, അത് ബുദ്ധിശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു. ഏറ്റവും ബുദ്ധിമാനാണ്, ഏറ്റവും വികസിച്ച തലച്ചോറുള്ളത്, മസ്തകമുള്ളത്. അപ്പോൾ ആനത്തല എന്തിനെ പ്രതീകവൽക്കരിക്കുന്നത്? ഉന്നതമായ ബുദ്ധിശക്തിയെ. സൂക്ഷ്മബുദ്ധിയും ഓർമ്മശക്തിയും ഉള്ള മൃഗമാണ് ആന. ആ ആനയുടെ തലയാണ് ഗണപതിക്കുള്ളത്. അപ്പോൾ ബുദ്ധിശക്തിയെ ആണത് കാണിക്കുന്നത്. ഈ വലിയ വയറോ, വിഘ്നങ്ങളെയൊക്കെ വിഴുങ്ങാനുള്ളതാണ് ഗണപതിയുടെ വലിയ വയറ്. എന്ത് വിഘ്നങ്ങളുമുണ്ടെങ്കിലും ഗണപതി അതെല്ലാം വിഴുങ്ങിക്കൊള്ളും, അഥവാ ഇല്ലായ്മ ചെയ്തുകൊള്ളും, ദഹിപ്പിച്ചു കൊള്ളും. ഇനിയോ ഗണപതിയുടെ വാഹനം എന്ന് പറയുന്നത് എലിയാണ്. എലി എളിമയുടെ പ്രതീകമാണ്. ഇത്രയും വലിയ ശരീരമുള്ള ഗണപതി ഇത്രയും ചെറിയ ഈ എലിയുടെ പുറത്ത് എങ്ങനെ സഞ്ചരിക്കുന്നു? അതൊരു പ്രതീകമാണ്. ഇതിലെ എലി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. വളരെ ചെറുതായ നമ്മൾ ശരണാഗതരായാൽ ഭഗവാൻ നമ്മെ വാഹനമാക്കി നമ്മെ നയിച്ചു കൊള്ളും. ഭഗവാൻ നമ്മിൽ കുടികൊണ്ടുകൊള്ളും. നമ്മളെ വാഹനമാക്കി നമ്മെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും. നമ്മളാ എളിമ നമ്മിലുണ്ടായാൽ.
അതുപോലെ ബുദ്ധിയും സിദ്ധിയുമാണ് ഗണപതിയുടെ സഹധർമ്മിണികൾ. ബുദ്ധിയും സിദ്ധിയും, ബുദ്ധിശക്തിയും കഴിവുകളും, ഇത് രണ്ടുമാണ് ഗണപതിയുടെ സഹധർമ്മികളായി കരുതുന്നത്. അങ്ങനെ സത്യധർമാദികളായ കരങ്ങളോടെ, കൂർമ്മബുദ്ധിയുടെ പ്രതീകമായ ആനത്തലയോടെ, എളിമയുടെ പ്രതീകമായ മൂഷികവാഹനനായി, ബുദ്ധിയും സിദ്ധിയും ഭാര്യമാരായി, ഗണപതിയായി, ഗണനായകനായി, ഗണ ഈശനായി, വിഘ്നേശ്വരനായി ഭഗവാൻ ഗണപതി വിരാജിക്കുന്നു. ഒരിക്കൽ വിഘ്നേശ്വരൻ അഥവാ ഗണപതി നടന്നു പോകുന്ന വഴി ഒന്ന് തെന്നി വീണു എന്ന് പറയുന്നു. അതായത് കഥയാണതിൽ. അത് കണ്ട് ആകാശത്ത് നിന്നിരുന്ന ചന്ദ്രൻ ഊറിച്ചിരിച്ചു അത്രേ, കളിയാക്കി ചിരിച്ചു അത്രേ. അത് കണ്ട് ഗണപതി ചന്ദ്രനെ ശപിച്ചു. ഇന്നേ ദിവസം നിന്നെ ആരും ദർശിക്കാതെ പോകട്ടെ, ദർശിക്കുന്നവർക്ക് അമംഗളം ഭവിക്കട്ടെ എന്ന് ഗണപതി ശപിച്ചു അത്രേ. അതൊരു ചതുർത്ഥി ദിനമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കഥ ഇതിലുണ്ട്. അതുപോലെ തന്നെ മഹാഭാരതം മുഴുവൻ വ്യാസമഹർഷി ചൊല്ലിക്കൊടുത്ത മഹാഭാരതം മുഴുവനും എഴുതിയെടുത്തത് ഗണപതിയാണ്. അപ്പോൾ പെട്ടെന്ന് എഴുതാൻ തുടങ്ങിയപ്പോൾ തൂലികയൊന്നും കണ്ടില്ല. ഉടനെ സമയം കളയരുത് എന്ന് വ്യാസൻ പറഞ്ഞിട്ടുമുണ്ട്. ഉടനെ തൻ്റെ ഒരു കമ്പൊടിച്ചെടുത്താണ് ഗണപതി ഈ മഹാഭാരതം മുഴുവനും എഴുതിയത്, വ്യാസൻ പറഞ്ഞ മഹാഭാരതം എഴുതിയത് എന്നാണ് ഐതിഹ്യം. അപ്പോൾ അന്നു മുതലാണ് ഗണപതി ഒരു കൊമ്പുള്ളവന് ഏകദന്തനായി മാറിയത് ഈ മഹാഭാരതം രചിച്ചതിന് ശേഷമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും ഗണനായകനായ വിഘ്നേശ്വരനായ വിനായകൻ നമ്മയെല്ലാം ഈ ദിനത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.